ഞങ്ങളിപ്പം ഷാർജയില് റാസൽ ഖൈമയിലെ ആനവണ്ടി കള്ള് ഷോപ്പിലാണ് നിൽക്കുന്നത്. ഇപ്പൊ സമയം രാത്രി 1 മണി. ഞങ്ങളൊന്ന് ഷാപ്പില് ജസ്റ്റ് ഒന്ന് ചില്ല് ചെയ്യാന്ന് വെച്ചിട്ട് വന്നിട്ടുണ്ട്. നോക്കട്ടെ, എന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഷാപ്പിലെ ഈ സംഭവം വൈബ് എങ്ങനെയാണെന്ന് നോക്കാം. ആൻഡ് ചേട്ടന്മാരെല്ലാം പോയി സെറ്റ് ചെയ്യാൻ ഞങ്ങൾ കുറച്ച് മെനു കൊടുത്തിട്ടുണ്ട്, എടുക്കാൻ പോയിട്ടുണ്ട്. ഇനി അത് കുടിച്ച ശേഷം ഞാൻ 4 കാലിലാണോ 8 കാലിലാണോ എന്നൊന്നും അറിയത്തില്ല. നോക്കണം എന്താണെന്നുള്ള സിറ്റുവേഷൻ. നമുക്ക് അകത്തോട്ട് പോയി ഒന്ന് ആംബിയൻസ് നോക്കിയാലോ? ആയോ? യെസ്, അപ്പൊ കള്ള് അവിടെ റെഡി ആയിട്ടുണ്ട് ഗൈസ്. നോക്കട്ടെ എന്താണ്. യെസ്, ഇവിടെയാണ് നമ്മളുള്ളത്. വന്നാ? യെസ്, ഞാൻ ആ മെനു ഒന്ന് കാണിക്കട്ടെ. ഇതാണ് ഇവിടുത്തെ മെനൂസ്. ഇത്ര ഐറ്റംസ് ഉണ്ട്. നമുക്ക് നമ്മളുടെ ഐറ്റം കാണാം. ഹാപ്പി നല്ല ഉറക്കമാണ്. ഇതോ കാന്താരിക്കള്ളും മുന്തിരിക്കള്ളും റെഡിയായിருக்கு. ആദ്യമായിട്ട് കള്ള് കുടിക്കാൻ പോണതിന്റെ എക്സൈറ്റ്മെന്റ് ആണ് ഗൈസ്. എനിക്ക് അവരുടെ സെർവിങ് സെറ്റപ്പ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. മൺകലത്തിലും ഗ്ലാസ്സിലും ആയിട്ടാണ് അവർ കള്ള് സെർവ് ചെയ്യുന്നത്. അത് കാണാൻ തന്നെ ഒരു നൊസ്റ്റി ഫീലാണ്. കക്ക റെഡിയാണ്. കക്ക. അപ്പം നമ്മളെ സംഭവങ്ങളൊക്കെ റെഡിയാണ്. എന്തൊക്കെയാണ് ചേർക്കുന്നത്? അങ്ങനെയല്ല ഉദ്ദേശിച്ചേ. ഇതിനകത്ത് കാന്താരി മാത്രമാണ്. കാന്താരി മാത്രം. ശ്രീലങ്കൻ കള്ള്. ഓക്കെ ഓക്കെ. അപ്പൊ ശരി, അപ്പം നമുക്ക് ഒരു ഹായ് ഒക്കെ താടേ. ഇവിടെ ഒരു ഹായ് താ. ഹലോ, നീ വാ. ഹലോ പറ. ഞാൻ വെയിറ്റ്. യെസ്, അപ്പം ചിയേഴ്സ് ഗൈസ്. ഇവിടെ വരട്ടെ. പിന്നെ കുറച്ചു നേരം ഇരുന്ന് നാട്ടുവിശേഷങ്ങളും നമ്മളുടെ സ്വന്തം വിശേഷങ്ങളും ഒക്കെ പറഞ്ഞ് അങ്ങനെ സമയം പോയി. ആദ്യമായിട്ട് ഷാപ്പിൽ വന്ന് കുടിക്കുന്നതിന്റെയും വർഷങ്ങൾക്ക് ശേഷം ഷാപ്പിലെ ഈ നാടൻ ഫുഡ് കഴിക്കുന്നതിന്റെയും എക്സൈറ്റ്മെന്റിലായിരുന്നു ഞാൻ. ഈ ബിരിയാണി കിട്ടാതെ ഇരിക്കുന്നവന്റെ മുന്നിൽ ബിരിയാണി കിട്ടിയാലുള്ള അവസ്ഥയായിരുന്നു ഞങ്ങൾക്ക്. ഞാൻ ആക്രാന്തം മൂത്ത് എന്തൊക്കെയോ ഓർഡർ ചെയ്ത്, പക്ഷെ ഒന്നും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. പകുതി കഴിച്ചു. പിന്നെ ആക്രാന്തം മൂത്ത് കഴിക്കുന്നത് ഇതിൽ കാണാനും പറ്റും. ആ രീതിക്കായിരുന്നു എൻ്റെ തീറ്റി. അങ്ങനെ 2 മണിക്ക് അടയ്ക്കാൻ പോണ കള്ളിഷാപ്പ് വിളിച്ചു പറഞ്ഞ് ഓപ്പൺ ചെയ്യിപ്പിച്ച് വന്ന് ഞങ്ങൾ എല്ലാ കലാപരിപാടികളും കഴിഞ്ഞ് വെളി ഇറങ്ങിയപ്പോൾ മണി 4:30. ആ പാവങ്ങൾക്ക് രാവിലെ ഓഫീസിലും പോകേണ്ടതാണ്. ഞങ്ങൾ കാരണം അതങ്ങ് മുടങ്ങി. രാവിലെ ലേറ്റ് ആയിട്ട് തലയും പൊക്കി ഉച്ചയ്ക്കുള്ള ലഞ്ച് കുക്ക് ചെയ്ത് ഒരുമിച്ചങ്ങ് കൂടി. ഇന്നത്തെ അമ്മയുടെ ലഞ്ചാണ് ഇത്. പപ്പട ഉണ്ട്, മട്ടൻ കറി ഉണ്ട്, സാലഡ് ഉണ്ട്, പിന്നെ വെള്ളമുണ്ട്, പിന്നെ മട്ടൻ ബിരിയാണി ഉണ്ട്, ജ്യൂസ് ഉണ്ട്. യെസ്, റിച്ച്. പിന്നെ എന്താ പാനീയം? പാനിക്ക പാനീയം അല്ലേ? അതിന്റെ ഇൻഗ്രീഡിയൻസ് നാരങ്ങ, പുതിനയില, ശർക്കര, ഏലക്ക. ഓക്കെ, അപ്പം നാരങ്ങ, പുതിനയില, ശർക്കര, ഏലക്ക ഇത്രയും കൂടെ മിക്സ് ചെയ്ത് പാനീയം, മോരുവെള്ളം പോലത്തെ സംഭവം. ഇതാണ് അത് സ്പെഷ്യൽ. ഓക്കെ, ഇതാണ് ഇന്നത്തെ ലഞ്ച്. ദഹനത്തിന് നല്ലതാണ്. യെസ്. എങ്ങനെയുണ്ട്? കൊള്ളാവോ? യെസ്. മട്ടൻ ബിരിയാണി, മട്ടൻ ദം ബിരിയാണി. ഡിന്നർ ടൈം. ഫാമിലി ലഞ്ച് ടൈം.